ഹായ് ഫ്രണ്ട്സ്, തിരുവോണം കഴിഞ്ഞു, അവിട്ടം കഴിഞ്ഞു. ഇന്ന് ചതയത്തിന് എന്തായാലും നോൺ വെജ് ആകും. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചിക്കൻ പെട്ടെന്ന് അടുപ്പത്താക്കി, അരിയും അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് അടുപ്പത്താക്കി. ചിക്കൻ കറി ഒരു അരമണിക്കൂറിനകം ചിക്കൻ കറി റെഡിയായി കിട്ടി കേട്ടോ. പക്ഷേ അരിയിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയായി കിട്ടാനുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി. അതിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ഇവിടെ രണ്ടുപേരും നല്ല ഗുസ്തിയിലാണ് കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെല്ലാം വറുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ റെഡിയായി കിട്ടി. അങ്ങനെ ദം ചെയ്യാനായിട്ട് തുടങ്ങി. ദം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കഴിക്കാനെടുത്തത്. അപ്പോൾ നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക്. സലാഡും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി വയറ് നിറയെ ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നീട് കുറേ നേരം കിടന്നുറങ്ങി. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ദേഹി ഓടുന്നത് സിനിമ കാണാനാണ് കേട്ടോ. സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വം കാണാൻ പോവാണേ. പോകുന്ന വഴിക്ക് ഘോഷയാത്രയുടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു തിയേറ്ററിൽ. പക്ഷേ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ദിവസം മുന്നേ തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ സിനിമ കണ്ടു. സിനിമ നല്ല സിനിമയായിരുന്നു. അതൊക്കെ കണ്ടിട്ട് വരുന്ന വഴിക്ക് ഘോഷയാത്രയും ലൈറ്റ്സും ഒക്കെ കണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.